നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഫ്ലാക്സ് സീഡും ഹൈബിസ്കസിൻ്റെയും ജെല്ല് കണ്ടല്ലോ അല്ലേ എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്നലെ അത് തലയിൽ തേച്ചതാണ് കേട്ടോ. വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞുള്ളൂ. ഓവർനൈറ്റ് വെച്ചിട്ട് ഇന്ന് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞുള്ളൂ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലിൻ്റെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ചണവിത്ത് എന്ന് പറയും നമ്മൾ കേട്ടോ. ചണവിത്ത് എന്ന് പറയും. ഇതാണ് കേട്ടോ, ഇങ്ങനെ ഇരിക്കും കണ്ടോ. അപ്പോൾ ഇതിനാണ് ഇത് മിക്ക കടകളിലും കിട്ടും കേട്ടോ. ഫ്ലാക്സ് സീഡ് വേണമെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് 1-2 സ്പൂൺ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റോ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ജെല്ല് പെട്ടെന്ന് പൊട്ടി അകത്തിന് പൊട്ടി പെട്ടെന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയാനിത് എൻ്റെ വീഡിയോ ഉണ്ട് ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ. അപ്പോൾ അതെല്ലാവരും കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ പറയാഞ്ഞേ. അപ്പോൾ പഴയ വീഡിയോ ഉണ്ട്, അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഫ്ലാക്സ് സീഡിനെ കുറിച്ചിട്ട്. പിന്നെ കൂടുതൽ പറയുമ്പോൾ മറ്റു കേൾക്കുന്നവർക്കൊരു ആവർത്തന രസത വേണ്ടാന്ന് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഏറ്റവും നല്ല ഇതാണ്, മുടി ഒഴിച്ചിൽ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. പിന്നെ അതുപോലെ എണ്ണയും ഇൻഡിഗോ ഇട്ടിട്ട് മുടി വാഷ് ചെയ്യുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നു കേട്ടും. അപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്തെങ്കിലും സൈക്ലിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വിറ്റാമിൻ്റെ കുഴപ്പമാകാം. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഊരി പോണേന്ന് നമുക്ക് അറിയില്ല. എന്തെങ്കിലും വിഷയം വേറെ ഉണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ഇതിട്ട് ഇടുമ്പോൾ അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. സാധാരണ നോർമലായിട്ടുള്ള ആൾക്ക് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. ഇത് ഇട്ടുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതുപോലെ ഞാൻ ഈ പൊട്ടറ്റോയുടെ തൊലി ഉണ്ടല്ലോ, പൊട്ടറ്റോ പീല്, അതും ഒലിവ് ഓയിലും വെച്ചിട്ട് ശാലിജി ചെയ്യുന്നുണ്ട് അല്ലേ. എന്നോട് പറഞ്ഞു, ഞാൻ ആ പാക്ക് മിക്കവാറും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൊട്ടറ്റോ പീല് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 5 ml ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ മുടി ഒഴിച്ചിലിൻ്റെ ആ എണ്ണ കുറയും കേട്ടോ. അപ്പോൾ അത് ചെയ്തോളൂ, നല്ല ബെസ്റ്റാണ് കേട്ടോ. ഏകദേശം ഒരു 100-125 എനിക്ക് തോന്നുന്നു അത്രയും വീഡിയോസ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ പല ടിപ്സായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജെല്ലുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ മുടി കൊഴിച്ചിലിൻ്റെ അകാരണമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അതിൽ ഞാൻ ഇതുപോലെ ഓരോന്നും, അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, സവാളയും പിന്നെ മുട്ടയും തേനും, ഇതും നല്ലതാണ് കേട്ടോ. ഇത് ഒറ്റ പാക്കാക്കി തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സഡൻ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഓരോ ടിപ്പാണ് പറയുന്നത്, ഓരോ ഇതിൽ കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ, അന്നത്തവരൊക്കെ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് മിക്കവരും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്നുള്ള ധാരണയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിന് മുടി കൊഴിച്ചിൽ എങ്ങനെ നിർത്താം അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഈ മുടി കൊഴിച്ചിൽ ഉള്ളവരെ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടോ അതും അറിയില്ല. അപ്പോൾ ഷാമ്പു ഒന്നും വേണ്ട, വെറുതെ വെള്ളത്തിലേക്ക് കുളിക്കാൻ മതി കേട്ടോ. ഇടയ്ക്ക് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും അത് നമ്മൾ ഉപയോഗിക്കേണ്ട. ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഷാമ്പു അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂട്ടുകയുള്ളൂ ഷാമ്പു ചെയ്യുമ്പോൾ. അതിന് പകരം നെല്ലിക്കയായിട്ടും എണ്ണയായിട്ടൊക്കെ, പിന്നെ ഇരട്ടി മധുരം, താളി, ഇതെല്ലാം ഉപയോഗിച്ച്, എപ്പോഴും പറയുന്നതാണ്, എല്ലാം ഉപയോഗിച്ച് നമുക്ക് മുടിയിലുള്ള അഴുക്കുകളൊക്കെ കളയാം കേട്ടോ. പിന്നെ എണ്ണ നമ്മൾ തൊട്ട് പിടുത്തുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം എണ്ണ ഉണ്ടാവില്ല തലയിൽ. അപ്പോൾ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ.
കണ്ടീഷണറായിട്ട് അതുപോലെ നിങ്ങൾക്ക് മുടി സിൽക്കായിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ, മുടി ഒഴിച്ചിട്ട് നിൽക്കാനും ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഉലുവ എടുക്കാം. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ചെടുക്കുക. കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ട് അത് ജെല്ല് പോലെ തേച്ച് പിടിപ്പിച്ചാൽ മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ മുടി നല്ല സിൽക്കി ആയിരിക്കും, ഷാമ്പു ഇട്ട പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഷാമ്പു ഇടണമെന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഉലുവ കുതിർത്ത് അത് തലയിൽ വെച്ചാൽ മതി. അരിച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉലുവയുടെ ആ പിശുട് പോലെയുള്ളതൊക്കെ തലമുടിയിൽ വന്നാൽ വാഷ് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ മാറി 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 നമ്മൾ ഈ ടിപ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ജെല്ല് ഉപയോഗിക്കാം, ഇടയ്ക്ക് എണ്ണകൾ ഉപയോഗിക്കാം കേട്ടോ. മുടി ഈവനിങ് ടൈമിൽ ജടയൊക്കെ കളഞ്ഞ് ഓയിലോ മറ്റേ നീർക്കെട്ടിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് ഓവർനൈറ്റ് വെക്കാം. ജെല്ല് ഓയിൽ ഇതെല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാം. പിന്നെ കഫക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ മുടി ചൂട് കൊണ്ടിട്ട് കേട്ടോ മുടി കൊഴിച്ചിൽ കൂടുതലുണ്ടാവും. പിന്നെ ശോധന ശരിയായില്ലെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. കഫത്തിൻ്റെ ഒക്കെ പ്രശ്നം വരും, അപ്പോൾ ശോധനയുടെ പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശോധന പ്രശ്നമുള്ളവർ രാത്രി കിടക്കാൻ നേരത്തെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ചൂർണം കലക്കി കുടിച്ചോളൂ കേട്ടോ. നല്ലതാ ചൂർണം. മുടി കറക്കും ചെയ്യും കേട്ടോ, മുടി കൊഴിച്ചിൽ മാറും, മുടി കറക്കും, ശോധന ഉണ്ടാവും. ശോധന ഇല്ലെങ്കിലും നമുക്ക് മുടി ഇതുപോലെ പോകും. അപ്പോൾ ചൂർണം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും താരനുണ്ടെങ്കിലേ മുടി പൊഴിയുള്ളൂ എന്ന് ചിലവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ താരൻ തന്നെ വേണമെന്നില്ല മുടി പൊഴിച്ചില്ല. ഇതുപോലെ പൈൽസ്, യൂറിനറി ഇൻഫെക്ഷൻ, വിറ്റാമിൻ ഡിയുടെ കുറവ്, അതുപോലെ ബയോട്ടിൻ്റെ കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക്. തൈറോയിഡിൻ്റെ പ്രശ്നം, കഫക്കെട്ട് കൂടുതലുള്ളവർക്ക് പ്രശ്നം, ഇതിന് ഉപരി ശോധന ഇല്ലാത്തവർക്ക്, മോഷൻ പോവാത്തവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. ശരീരത്തിൽ ചൂട് കൂടി നിൽക്കുന്നു. നമ്മുടെ മോഷൻ പോയില്ലെങ്കിലെല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങൾക്കും ഒരു മന്ദിച്ചുകൊണ്ടിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും കേട്ടോ. അപ്പം അത് ഈ മുടിയുടെ വളർച്ചയെയും അതുപോലെ മുടി സ്ട്രെങ്താക്കി നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മുടി എന്ത് കിട്ടും, ചൂട് കൊണ്ട് ഉരി 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 പോകും കേട്ടോ. അപ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം പിന്നെ ഈ മുടി കൊഴിച്ചിൽ ഉള്ളവരെ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടോ അതും അറിയില്ല. അപ്പോൾ ഷാമ്പു ഒന്നും വേണ്ട, വെറുതെ വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇടയ്ക്ക് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും അത് നമ്മൾ ഉപയോഗിക്കേണ്ട, ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഷാമ്പു അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂട്ടുകയുള്ളൂ ഷാമ്പു ചെയ്യുമ്പോൾ. അതിന് പകരം നെല്ലിക്കയായിട്ടും ഹെന്നയായിട്ടൊക്കെ, പിന്നെ ഇരട്ടി മധുരം, താളി, ഇതെല്ലാം ഉപയോഗിച്ച്, എപ്പോഴും പറയുന്നതാണ്, എല്ലാം ഉപയോഗിച്ച് നമുക്ക് മുടിയിലുള്ള അഴുക്കുകളൊക്കെ കളയാം കേട്ടോ. പിന്നെ എണ്ണ നമ്മൾ തൊട്ട് പിടിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം എണ്ണ ഉണ്ടാവില്ല തലയിൽ, അപ്പോൾ ഷാമ്പുവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടീഷണറായിട്ട് അതുപോലെ നിങ്ങൾക്ക് മുടി സിൽക്കായിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ, മുടി ഒഴിച്ചിട്ട് നിൽക്കാനും ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഉലുവ എടുക്കാം. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ചെടുക്കുക. കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ട് അത് ജെല്ല് പോലെ തേച്ച് പിടിപ്പിച്ചാൽ മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ മുടി നല്ല സിൽക്കി ആയിരിക്കും, ഷാമ്പു ഇട്ട പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഷാമ്പു ഇടണമെന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഉലുവ കുതിർത്ത് അത് തലയിൽ വെച്ചാൽ മതി. അരിച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉലുവയുടെ ആ പിശുട് പോലെയുള്ളതൊക്കെ തലമുടിയിൽ വന്നാൽ വാഷ് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ മാറി 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 നമ്മൾ ഈ ടിപ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ജെല്ല് ഉപയോഗിക്കാം, ഇടയ്ക്ക് എണ്ണകൾ ഉപയോഗിക്കാം കേട്ടോ.
മുടി ഈവനിങ് ടൈമിൽ ജടയൊക്കെ കളഞ്ഞ് ഓയിലോ അത് മറ്റേ നീർക്കെട്ടിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് ഓവർനൈറ്റ് വെക്കാം. ജെല്ല് ഓയിൽ ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാം. പിന്നെ കഫക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ മുടി ചൂട് കൊണ്ടിട്ട് കേട്ടോ മുടി കൊഴിച്ചിൽ കൂടുതലുണ്ടാവും. പിന്നെ ശോധന ശരിയായില്ലെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. കഫത്തിൻ്റെ ഒക്കെ പ്രശ്നം വരും, അപ്പോൾ ശോധനയുടെ പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശോധന പ്രശ്നമുള്ളവർ രാത്രി കിടക്കാൻ നേരത്തെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ചൂർണം കലക്കി കുടിച്ചോളൂ കേട്ടോ. നല്ലതാ. ചൂർണം മുടി കറുക്കും ചെയ്യും കേട്ടോ. മുടി കൊഴിച്ചിൽ മാറും, മുടി കറുക്കും, ശോധന ഉണ്ടാവും. ശോധന ഇല്ലെങ്കിലും നമുക്ക് മുടി ഇതുപോലെ പോകും. അപ്പൊ ചൂർണം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മള് വിചാരിക്കും താരനുണ്ടെങ്കിലേ മുടി കൊഴിയുള്ളൂ എന്ന് ചിലവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ താരൻ തന്നെ വേണമെന്നില്ല മുടി കൊഴിച്ചിൽ. ഇതുപോലെ പൈൽസ്, യൂറിനറി ഇൻഫെക്ഷൻ, വിറ്റാമിൻ ഡിയുടെ കുറവ്, അതുപോലെ ബയോട്ടിൻ്റെ കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക്. തൈറോയിഡിൻ്റെ പ്രശ്നം, കഫക്കെട്ട് കൂടുതലുള്ളവർക്ക് പ്രശ്നം, ഇതിന് ഉപരി ശോധന ഇല്ലാത്തവർക്ക്, മോഷൻ പോവാത്തവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. ശരീരത്തിൽ ചൂട് കൂടി നിൽക്കുന്നു. നമ്മുടെ മോഷൻ പോയില്ലെങ്കിൽ എല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങൾക്കും ഒരു മണ്ണിച്ചുകൊണ്ടിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും കേട്ടോ. അപ്പം അത് ഈ മുടിയുടെ വളർച്ചയെയും അതുപോലെ മുടി സ്ട്രെങ്തായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മുടി എന്ത് ചെയ്യും, ചൂട് കൊണ്ട് ഉരി 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 പോകും. അപ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം മുടി കൊഴിച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പം മുടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. അപ്പം നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.